എൻ്റെ മമ്മൂട്ടി പടം കാണാതെ വിടാൻ പറ്റുമോ? അല്ലാതെ വേറെ എൻ്റെ മമ്മൂട്ടി പടം എല്ലാം കാണും. എൻ്റെ മകനുണ്ട് കൂടെ. അടിപൊളിയായിരിക്കും. അന്ന് വേറെ ഒരെണ്ണം കണ്ടു, അത് നല്ല പടമായിരുന്നു. പടത്തെ പറ്റി കൂടുതൽ മമ്മൂട്ടി പടം നല്ല പടമാണെന്ന് പറയുന്നത്. ഫുൾ പോസിറ്റീവ് വൈബാണുള്ളത്, കയറുമെന്ന് വിചാരിക്കുന്നത്. നമുക്കവിടെ ഒരു മാസ് മസാല പടം എന്നാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓണാണ് നമ്മളെല്ലാവരും. ഫൈറ്റിംഗ് ക്യാമറ വർക്കൊക്കെ നല്ലതായിരിക്കും എന്നൊരു ഉറപ്പുണ്ട്. കാരണം റോബോട്ടിക് ക്യാമറ ഒക്കെ വെച്ചുള്ള ഫൈറ്റാണ്. കാരണം ഇത് തന്നെ ഭീഷ്മപർവത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ആക്ഷൻ മാസ് പടമാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ മമ്മൂട്ടിയെ കാണാനാണ് കൂടുതൽ വന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ്, വൈശാഖിൻ്റെ ഡയറക്ഷൻ നല്ല പ്രതീക്ഷയുണ്ട്. ബാക്കി കണ്ടിട്ട് പറയാം. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. കാരണം മമ്മൂക്ക കേരളത്തിലെ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു വിശ്വാസം. അടുത്ത കാലത്ത് വന്ന സിനിമകളെല്ലാം ഹിറ്റാണ്. ഇതൊരു വൻ ഹിറ്റാവും. വിമർശകർക്കുള്ള തിരിച്ചടിയായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബാക്കി സിനിമ കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. മലയാള സിനിമയുടെ എല്ലാ സിനിമകളുടെയും കാരണം ഇപ്പം തന്നെ ഏതാണ്ട് അഡ്വാൻസ് ബുക്കിംഗ് തന്നെ കോടികൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും ഈ സിനിമയ്ക്ക് നമുക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും പ്രേക്ഷകരത് ഏറ്റെടുത്തു. ഈ അടുത്ത കാലത്തുണ്ടായ വിവാദം ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തു എന്നതിന് യാതൊരു സംശയമില്ല. ബാക്കി സിനിമ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ പടമല്ലേ, ഇടി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഇടിയായിരിക്കും എന്തായാലും. പിന്നെ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ഒക്കെയാണ്. നല്ലൊരു പ്രതീക്ഷയുണ്ട്. നന്നായിട്ട് വരുമെന്ന് വിചാരിച്ച് ബാക്കിയെല്ലാം ഇനി പടം കണ്ടിട്ട് പറയാം. നന്നായിട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഓസ്കറിന് ശേഷം ഇതായിരിക്കും വീണ്ടും ഒരു കോംബോ വരുന്നത് മമ്മൂട്ടിയുടെ കൂടെ. അപ്പോൾ എല്ലാ ഫ്രെയിമും ട്രെയിലർ കട്ട് നോക്കിയിട്ട് എല്ലാ ഫ്രെയിമും ഷോർട്സ് ഒക്കെ നന്നായിട്ട് വരണുണ്ട്. കളർഫുൾ ഗ്രേഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇനിയും പടം ബാക്കി കണ്ടിട്ട് ഈ സെയിം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മമ്മൂട്ടി വൺ മാൻ ഷോ പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ക ആക്ഷൻ മാസ് കോമഡി പടമായിട്ടാണ് പ്രതീക്ഷ വന്നിരിക്കുന്നത്. അതിന് എങ്ങനെ ഒരു മേക്കിംഗ് വൈസ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് പറയാം. അറിയത്തില്ലടാ, കണ്ടിട്ട് പറയാം. എക്സ്പെക്ടേഷൻസ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ എന്തോ ഒരു കണ്ടിട്ട് പറയാം.